ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ വന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളുടെ അപ്ഡേറ്റ്സ് ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ആഴ്ച വരുന്ന കേസുകളെക്കുറിച്ചൊന്ന് നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ്. അത് കോമ്പറ്റൻ്റ് അതോറിറ്റി പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റ് ചെയ്ത നടപടിക്കെതിരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കൊടുത്ത റിട്ട് പെറ്റീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഐറ്റം നമ്പർ 611 611 ഐറ്റമായിട്ടാണ് നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 12 ഓഗസ്റ്റ് എന്ന് പറയുന്നത് നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നത്. ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചാണ് അത് പരിഗണിക്കുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവരുടെ ലീഗൽ ടീം ആയ അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറിൻ്റെ ടീമാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നാളെ നടക്കുന്നത്. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 14 ഓഗസ്റ്റിനാണ്. 14 ഓഗസ്റ്റിന് 14-ാം തീയതി ബഹുമാനപ്പെട്ട PMLA കോടതി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് 14 ഓഗസ്റ്റിന് നടക്കുന്നത്. അത് ബഹുമാനപ്പെട്ട PMLA കോടതി, എറണാകുളത്തെ ബഹുമാനപ്പെട്ട PMLA കോടതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നത്. മൂന്നാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16 ഓഗസ്റ്റിനാണ്. 16 ഓഗസ്റ്റിന് ആദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിൽ നേരത്തെ CBIക്ക് അന്വേഷണം കൈമാറുമ്പോൾ സമാന്തര അന്വേഷണങ്ങൾക്ക് പാടില്ല എന്നുള്ള റിട്ട് പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങളാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിൽ 16 ഓഗസ്റ്റിന് നടക്കാനിരിക്കുന്നത്. പിന്നെ നാലാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രസ്തുത കോടതി ഡെസിഗ്നേറ്റഡ് കോർട്ട് അത് നടക്കുന്നത് കോർട്ട് നമ്പർ 3 അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിൻ്റെ മുൻപാകെ തൃശ്ശൂരിലാണ് സെഷൻസ് കോടതിയിൽ. ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ 16 ഓഗസ്റ്റിനും നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ വീക്കിൽ കറക്റ്റ് പറഞ്ഞാൽ 4 കേസുകളാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ നടക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ 12 ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ കോമ്പറ്റൻ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൻ്റെ വാദങ്ങൾ നടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എസ്പെഷ്യലി പ്രൊവിഷൻ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള നടപടിക്കെതിരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കൊടുത്ത റിട്ട് പെറ്റീഷനാണ് അത്. രണ്ടാമത്തത് 14 ഓഗസ്റ്റിന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് പരിഗണിക്കുന്നതാണ്. മൂന്നാമത്തത് 16 ഓഗസ്റ്റിന് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ച് CBI അന്വേഷണത്തിന് കൈമാറിയാൽ സമാന്തര അന്വേഷണത്തിന് മായി ബന്ധപ്പെട്ടിട്ടുള്ള റിട്ട് പെറ്റീഷൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറ്റ് കൊടുത്ത റിട്ട് പെറ്റീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർവാദമാണ് 16 ഓഗസ്റ്റിന്. പിന്നെ അതുപോലെ തന്നെ ബഡ്സ് കോടതിയിൽ സെഷൻസ് കോർട്ടിൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വാദങ്ങൾ അവിടെ നടക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അത് 16 ഓഗസ്റ്റിനാണ്. തൃശ്ശൂർ കോടതിയിലാണ്, സെഷൻസ് കോടതിയിലാണ്. അപ്പോൾ ഈ കേസ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. അപ്പോൾ ഈ വീക്ക് എന്തായാലും വളരെയധികം നിർണായകം എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും അപ്ഡേറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അറിയാം, എല്ലാ മെമ്പേഴ്സും വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു വാർത്ത തന്നെ ഈ വീക്കിൽ വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു സർവേശ്വരനോട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ല വാർത്തകൾ വരട്ടെ. അതാണ് എനിക്ക് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ക്രിറ്റിസൈസസിനോട് എന്തായാലും നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്താം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സെഷനിൽ വന്നത്. സോ നമ്മളൊരു വീക്കെൻഡിലാണ്. നാളെ ഒരു പുതിയ വീക്കും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും ആശംസിക്കുന്നു. അതുപോലെ നല്ലൊരു വീക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. So have a great day. Thank you very much. Take care.